ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അവരുടെ ചിന്തകളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആദ്യത്തെ കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് വളരെയേറെ ഇമോഷനാണ് കാണിക്കുന്നത്. ഒരു ക്ലാസിക് റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുകയാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളൊരു പാഷനേറ്റ് സോളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അവരെന്ന വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ആഗ്രഹിക്കുകയാണ്. പ്ലാനിങ്ങിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലായാലും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായാലും അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ്. ആ ഒരു കാര്യത്തിൽ ഒരു പ്രോഗ്രസ് ഈ കാർഡ് പറയുന്നു. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഹേർട്ട് ടച്ചിങ് ഇമോഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായ ആഗ്രഹം തോന്നുകയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തെയാണ്, ഒരു പ്ലാനിങ്ങിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഒരു ഡീപ്പ് റെസ്റ്റിൻ്റെ ആവശ്യകത യൂണിവേഴ്സ് പറയുകയാണ്. അവരുടെ കരിയറിൽ അവർ ബിസി ആയിരിക്കാം, അവർക്ക് റെസ്റ്റിൻ്റെ ആവശ്യകതയുണ്ടെന്ന് പറയുകയാണ്. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ഹോളിഡേ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയേറെ തിരക്ക് പിടിച്ച ലൈഫ് ആവുമ്പോൾ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമൊത്ത് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളോടൊത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ അവർക്ക് തിരിച്ചു വേണമെന്ന് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ ഹീലാവുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിച്ച് അവർ വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്താണ് അവർക്ക് വളരെയേറെ പോസിറ്റിവിറ്റി തോന്നിയിട്ടുള്ളത്. നിങ്ങളാണ് അവർക്ക് ആശ്വാസം നൽകിയിട്ടുള്ളത്. അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നും അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള പാസ്റ്റൊക്കെ അവർക്ക് കണക്ഷൻ വരികയാണ്. ആ ഓർമ്മകളിലൂടെ അവർ പോവാണ്. അവർക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ ആ ഇമോഷനെ തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങളെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നു. വളരെയേറെ സ്നേഹം നിങ്ങളോട് തോന്നുകയാണ്. നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും കോണ്ടാക്ട് ചെയ്യുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഹേർട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു സമയം തന്നെ അവർക്കും അവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അവരെ ഓർമ്മ വരുന്നുണ്ട്. അത് അവർ നിങ്ങളവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് വളരെയേറെ സ്നേഹം തോന്നുകയാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, ദ ഫൂൾ. ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ കാർഡ് പറയുന്നത്. ഒരു പുതിയ തുടക്കം, ഒരു അവേക്കനിങ്, തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ആക്ഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് റെഡിയായി കഴിഞ്ഞു, തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് വാൻസ് കാർഡ്. ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് എവിടെ നിന്നോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നു. ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. മാത്രമല്ല ക്യൂരിയോസിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാവും, ആ ഒരു ക്യൂരിയോസിറ്റി അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് വേറെ എവിടെ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, പാസ്റ്റിലാ പറയുന്നേ, വേറെ എവിടെ നിന്നും അവർക്ക് ഈ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടില്ല. ഒരു സ്പാർക്ക് പറയില്ലേ, അതവർക്ക് നിങ്ങളെ കണ്ടപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെൻ്റെ സോൾമേറ്റ് കണക്ഷൻ ആണോ, എന്തോ അവരോട് വളരെയേറെ ഒരു സ്നേഹം തോന്നുകയാണ്, അടുപ്പം തോന്നുകയാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു സ്പാർക്ക് നിങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ മുന്നിലുള്ള പ്രകാശത്തിലേക്ക് നോക്കുകയാണ്. എവിടെ നിന്നോ അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളെ വിട്ടുകളയാനും തോന്നുന്നില്ല. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജി. നിങ്ങൾക്ക് അവരൊരു നീതി തരാൻ പോവാണ്. ജഡ്ജ്മെന്റ് ആണ് അടുത്ത കാർഡ് കിട്ടിയിട്ടുള്ളത്. സെൽഫ് റിയലൈസേഷൻ ആണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. മാത്രമല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്.
തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കും അവർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കരുതൽ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീതി തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. മുൻപ് അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല, അത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ തന്നെ ആയിരിക്കണം. എന്നാൽ തിരിച്ചറിവ് വരുമ്പോൾ, യൂണിവേഴ്സിൽ നിന്ന് അവർക്കായിട്ട് ഒരു കർമ്മ വരുമ്പോൾ, നല്ല കർമ്മയും ചീത്ത കർമ്മയും ഉണ്ട്. ഏതൊരു വ്യക്തിയുടെ ലൈഫിലായാലും നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാഡ് കർമ്മ എന്തായിക്കൊണ്ട് ഗുഡ് കർമ്മ വരികയാണ്. ഒരു ജഡ്ജ്മെന്റ് നിങ്ങളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് അവരിലെ മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ട്രൂ ലവിനെ ഇവിടെ കാണിക്കുന്നു. അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്ന് ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി തരാതെ അവരെവിടെയും പോവില്ല. അത് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, 3 of Wands കാർഡ്. ഒരു എനർജി അവർക്ക് കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവര് മാനിഫെസ്റ്റ് ചെയ്യാണ്, ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ കാണുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾക്കാണ് അവര് വാല്യൂ തരുന്നത്, പ്രയോറിറ്റി തരുന്നത്. നിങ്ങളെ കാണുവാനായിട്ട്, നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെ ഈ കാർഡ് പറയുകയാണ്. അവര് റൈറ്റ് ഡയറക്ഷനിലാണെന്ന് പറയുന്നു. അവർ നിങ്ങളിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയ എനർജീസ് ഉണ്ട്, എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ സ്വപ്നങ്ങൾ നിങ്ങളാണെന്ന് പറയാണ്. അപ്പോൾ ഒരു ബെറ്റർ ഫ്യൂച്ചർ തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 10 of Wands കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ്. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ തയ്യാറായി കഴിഞ്ഞു. അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ഹെവി ബേർഡൻസ് അവർ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. എനിക്ക് ചുറ്റും ഒത്തിരി തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് യൂണിവേഴ്സ് എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങിപ്പോകണം, അവരുമൊത്തുള്ളൊരു ബെറ്റർ ഫ്യൂച്ചർ വേണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു പ്രയത്നത്തെയാണ് അവിടെ കാണിക്കുന്നത്. തടസ്സങ്ങളുണ്ട്, തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, ഒത്തിരി കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവാം. എങ്കിൽ കൂടിയും അതില് നിങ്ങൾക്കായിട്ട് സമയം മാറ്റിവെക്കാനായിട്ട് അവർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കായിട്ട് അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാനായിട്ട് അവർ തയ്യാറായി കഴിഞ്ഞു. അത് തിരിച്ചറിവ് വരുമ്പോഴാണ് അങ്ങനെ മാറ്റം വരുന്നത്. നിങ്ങളുടെ ആ ഒരു ഹീലിംഗ്, നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്തുള്ള പ്രാർത്ഥന, യൂണിവേഴ്സിനോട് സറണ്ടറായി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് മാറ്റം വരുത്തിയിട്ടുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സും ഒരേ എനർജി അല്ല, ഡിഫറെന്റ് എനർജീസ് ആണ്. എങ്കിൽ കൂടിയും ഞാൻ പറയുന്നത്, എന്ന് മുതൽ നിങ്ങൾ ഹീലായി തുടങ്ങിയോ, സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയോ, എല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങിയോ, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിച്ചു തുടങ്ങിയോ, ആ വ്യക്തികൾക്കൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്. കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സന്റെ എനർജി 4 of Cups കാർഡാണ്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളാണ് അവരുടെ മനസ്സിൽ. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ കാണുവാനായിട്ടുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറയുമ്പോൾ പോലും അവർ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇന്ന് അവർക്കാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ആ ഒരു നഷ്ടം അവർക്കിപ്പോൾ മനസ്സിലാവാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണാനായിട്ടുള്ള ആ നിമിഷങ്ങൾ അവരായിട്ട് തന്നെയാണ് കളഞ്ഞത്. അതിൽ അവർക്കിപ്പോൾ വിഷമമുണ്ട്, അവർ വേദനിക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. റിച്ച് ലൈഫ്, ബെറ്റർ ഫ്യൂച്ചർ ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല. ഇത് ഒരു പുതിയ തുടക്കത്തിലേക്ക് എത്തുകയാണ്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. ഒരു ജഡ്ജ്മെന്റ് ആണ് കാണിക്കുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു നീതി തരാൻ പോവുകയാണ്. അവരുടെ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്യുന്നു, ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നു.
ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെയല്ല വാലിഡ് ആവുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.